കേരള പോലീസ് തളർന്നിട്ടുള്ള മറ്റു മേഖലകളിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ അരുൺകുമാർ ഇവിടെയുള്ളത്. നാട്ടുകാർ ഒരു തരത്തിലും പിന്നോട്ട് പോയിട്ടില്ല. കൂടുതൽ ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പൊത്തുണ്ടിയിൽ നിന്നും തോട്ടപ്പുറത്ത് മട്ടായി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സംയുക്തമായിട്ടുള്ള ഒരു തെരച്ചിലിന് നാട്ടുകാർ തന്നെ നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് പരിചയമില്ലാത്ത പ്രദേശമായതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ സഹായം വളരെ പ്രധാനപ്പെട്ടതാണ്. വിശേഷം ചെന്താമര എന്ന് പറയുന്ന 58-കാരൻ ഈ മേഖലകളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. 2019 കൊലപാതകത്തിന് ശേഷം സമാനമായ രീതിയിൽ വനത്തിനുള്ളിലായിരുന്നു അയാൾ ഒളിച്ചിരുന്നത്. അന്ന് ഇക്കാണുന്ന നാട്ടുകാർ തന്നെയായിരുന്നു പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചിരുന്നത്. അതിവിദഗ്ധമായിട്ടായിരുന്നു, അതിസാഹസികമായിട്ടായിരുന്നു നാട്ടുകാർ ഇയാളെ പിടികൂടിയിരുന്നത്. അന്ന് ആ മിഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. ആ മിഷനിൽ പങ്കെടുത്ത നാട്ടുകാരൊക്കെ തന്നെ ഇന്നത്തെ തിരച്ചിലിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ നാട്ടുകാരുടെ കയ്യിൽ ചെന്താമരയെ കിട്ടിക്കഴിഞ്ഞാൽ അത് പോലീസിന് കൈമാറുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത്രത്തോളം വൈകാരികമായിട്ടാണ് അവരൊക്കെ തന്നെ പ്രതികരിക്കുന്നത്. ഈ മേഖലയിലൂടെ ചെന്താമര കടന്നുപോയി എന്ന് പറയുമ്പോൾ തന്നെ പുറത്തുള്ള ചേച്ചിമാരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി നോക്കുന്നുണ്ട്. തങ്ങളുടെ വീട്ടിലേക്ക് എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടോ, തങ്ങളുടെ പരിസരത്തൊക്കെ തന്നെ ഉണ്ടോ എന്ന ഭയപ്പാടോടുകൂടി അവരൊക്കെ തന്നെ വീട്ടകങ്ങളിലുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെന്താമരയുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ നിലനിൽക്കുന്നൊരു പ്രശ്നം ഏറ്റവും ഒടുവിൽ രണ്ട് അരും കൊലപാതകങ്ങളിൽ കലാശിച്ചതോടെ പോലീസ് നിഷ്ക്രിയമായെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാട്ടുകാർ വലിയ അമർഷത്തിലാണ്. നമുക്കറിയാം, സംഭവം നടന്ന 34 മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും ആ കൊടും ക്രിമിനലിനെ പിടികൂടാൻ പോലീസിന് സാധിക്കാത്തതിൽ വലിയ അമർഷമുണ്ടെങ്കിലും അവർ പോലീസുമായി സഹകരിച്ച് തെരച്ചിലിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ചെറിയ മക്കൾ പോലും കയ്യിൽ ആ ചെറിയ വടികളെന്തിക്കൊണ്ട് തിരച്ചിലിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. സ്ത്രീകൾ ഉൾപ്പെടെ പുറത്തിറങ്ങിക്കൊണ്ട് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പമാണ് നാട്ടുകാരിൽ ചില ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഒരു കാരണവശാലും ചെന്താമരയുടെ സ്വഭാവം വെച്ച അയാൾ ഈ മേഖലയിൽ ഓക്കെ മുബഷീർ, നമ്മൾ കാത്തിരിക്കുന്നതും നാട്ടുകാർ കാത്തിരിക്കുന്നതും ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ്. ചെന്താമര എവിടെ? ഈ രാത്രി വെളുപ്പിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇനി ഈ രാത്രിയുടെ മറവിൽ എത്ര നേരം കാത്തിരിക്കാൻ സാധിക്കും? പ്രേക്ഷകർക്ക് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് സേനാംഗങ്ങൾ ഇപ്പോഴും തെരച്ചിൽ തുടരുന്നുണ്ട്. ഒപ്പം ചെറിയ കുട്ടികളടക്കം കയ്യിൽ ചെറിയ വടികളുമായി പോകുന്നു. നമ്മുടെ മുന്നിൽ, ക്യാമറയുടെ മുന്നിൽ ഒരു കൊച്ചുകുട്ടി കയ്യിലൊരു കമ്പുമായിട്ടൊക്കെ പോകുന്നുണ്ട്. 10-17 വയസ്സേ കാണത്തുള്ളൂ. അപ്പോൾ മാറി പോകുന്നതും അപകടകരമാണ്. അയാളൊരു കൊടും ക്രിമിനലാണ്. രക്ഷപ്പെടാൻ വേണ്ടി അയാൾ എന്തും ചെയ്തേക്കാം. പക്ഷേ നാട്ടുകാർ ഇക്ബാലുണ്ട്. നാട്ടുകാർ എന്തു വന്നാലും തിരഞ്ഞ് കണ്ടെത്തിയിട്ടേ ഉള്ളൂ. ആ പരിസരത്തൊരു മറയിലും ഒളിഞ്ഞിരിക്കാൻ ചെന്താമരയെ അനുവദിക്കില്ല എന്ന നിശ്ചയദാർഢ്യത്തിലാണ് ഇക്ബാൽ. ഇപ്പോൾ കൊച്ചുകുട്ടികളടക്കം കയ്യിൽ കമ്പമായിട്ടൊക്കെ പോകുന്നു. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വലിയ ടോർച്ച് സംവിധാനമൊന്നും പോലീസിന്റെ കയ്യിൽ ഇല്ലേ? അരുൺ, അതായത് വിദ്യാർത്ഥികളുടെ കാര്യമാണ് ഞാൻ എടുത്തു പറയേണ്ടത്. കാരണം അവരുടെ കയ്യിൽ വെറും മൊബൈൽ ഫോണുകൾ മാത്രമാണ് ഉള്ളത്. നേരത്തെ ചെന്താമര ആദ്യം കണ്ട വിദ്യാർത്ഥി തന്നെ പറഞ്ഞത് ഒരു ഒറ്റ മൊബൈൽ ഫോൺ കൊണ്ടാണ് 3 വിദ്യാർത്ഥികൾ ചെന്താമരയ്ക്കായി ആദ്യം തിരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ ചില വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ മാട്ടായി കോളനിയിൽ നിന്നും ചെന്താമര കണ്ടെന്ന് പറയുന്ന ഈ കോഴിഫാം മേഖലയിലേക്ക്, അതിൻ്റെ ഇടയിലുള്ള ഈ കൃഷിയിടങ്ങളിലേക്കെല്ലാം തിരച്ചിൽ നടത്തുന്ന യുവാക്കളാണ്. ഈ വഴി എങ്ങോട്ടാണ് ഈ വഴി നേരെ തളിപ്പാടത്തേക്കാണ് പോകുക. തളിപ്പാടം വഴി അങ്ങനെ കരിമ്പാറ, ഈ മല ഫുൾ അങ്ങനെ റബ്ബർ കാട് വഴി അങ്ങനെ കരിമ്പാറയ്ക്കാണ് ഈ മലയുടെ കണക്ഷൻ. ഓടി രക്ഷപ്പെടാൻ ഏറ്റവും കൂടുതലുള്ള മേഖല ഈ കരിമ്പാറ മേഖല. അവിടെ എന്താണ് ഈ റബ്ബർ കാടുകളാണോ? ആ റബ്ബർ കാടുകളും അവിടെ അങ്ങനെ എർത്ത് ലൈൻ ഇട്ടുണ്ട്. ഫുള്ള് കാടാ, ഫോറസ്റ്റാ. പക്ഷേ ഇരുട്ടത്തിൽ വെളിച്ചമില്ലാതെ നിങ്ങൾ അങ്ങോട്ടാണ് നീങ്ങുന്നതല്ലേ? അങ്ങനെ നീങ്ങും. അതായത് ഇയാളുടെ കയ്യിൽ മൊബൈൽ ഫോണോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വെളിച്ചം ഉള്ള മേഖലയാണോ? അത് വെളിച്ചം ഒട്ടും ഇല്ലാത്ത മേഖല? ഒട്ടും വെളിച്ചമില്ല, ഫുള്ള് കാടാ. അറിയുന്ന ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയുമോ? അറിയുന്ന ആളുകൾ രാത്രിയാണെങ്കിലും വെളിച്ചമുണ്ടെങ്കിൽ പോവാം. കയ്യിൽ മൊബൈൽ ഫോൺ എന്തെങ്കിലും വെളിച്ചം വേണം. അങ്ങനെ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ അരുൺകുമാർ ആ മേഖലയിലേക്ക് നടന്ന് കയറാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്രയും ഡെൻസ് ഫോറസ്റ്റ് എന്ന രീതിയിലുള്ള ഒരു വിവരണം തന്നെയാണ് നാട്ടുകാർ മുഴുവൻ നൽകുന്നത്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഏത് മേഖലയിലേക്ക് കിടക്കാൻ? ഈ തളിപ്പാടം, അങ്ങനെ കരിമ്പാറ മേഖല. തളിപ്പാടം അല്ലേ? തളിപ്പാടം കരിമ്പാറ മേഖലയിലേക്ക്, അല്ലെങ്കിൽ നെല്ലിക്കാട് മേഖല. ഇതിനുള്ളിൽ കൂടെ ഇറങ്ങി പോവാം. നാടിന്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കുകയാണ് പോലീസും നാട്ടുകാരും ചേർന്ന്. അയാൾ ഒരുപാട് ദൂരം പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. കാരണം അയാളുടെ കയ്യിൽ ടോർച്ചില്ല, അയാളുടെ കയ്യിൽ മറ്റു സംവിധാനങ്ങളില്ല, സുഗമമായ വഴികൾ മറ്റു ഭാഗങ്ങളിലില്ല. ഇയാൾക്ക് എത്രമാത്രം കൈവെള്ളയിലെ രേഖ പോലെ തന്നെ ഹൃദയസ്ഥമാണ് ഈ പ്രദേശമെങ്കിലും ഈ ഇരുട്ടത്ത് ഈ പ്രദേശത്തു കൂടി അധിക ദൂരം സഞ്ചരിക്കാൻ ചെന്താമരയ്ക്ക് കഴിയില്ല എന്നുറപ്പാണ്. പക്ഷേ ചെന്താമരയെ കാണുന്നില്ല.
കഴിഞ്ഞ 1.5 മണിക്കൂറായി കേരള പോലീസിലെ മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ആ നാട്ടിലെ കായികശേഷിയുള്ള ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഒക്കെ ചേർന്ന് നടത്തുന്ന തെരച്ചിൽ ഇപ്പോഴും ചെന്താമര ഒളിഞ്ഞിരിക്കുകയാണ്. ഇത് വല്ലാത്ത കള്ളനും പോലീസും കളിയായി മാറുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ 35 മണിക്കൂറായി കേരളത്തെ ഞെട്ടിച്ച 3 കൊലപാതക കേസിലെ പ്രതിയാണ് ഈ ചെന്താമര.